അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഒരു മൈസൂർ മസാല ദോശ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. സഞ്ജീവ് കപൂർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട്. അത്യാവശ്യം ഫേമസ് ആണ്, നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പറേഷനും ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആള് പറഞ്ഞു തന്നിട്ടുള്ള അതേ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കടയിൽ വന്ന 1-2 കസ്റ്റമേഴ്സ് നമ്മൾ കൊടുത്തിട്ട് ലൈവായിട്ടുള്ള റിയാക്ഷൻസും റിവ്യൂസും എടുക്കുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂർ മൈസൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മസാല ദോശ ഉണ്ടല്ലോ, അതിന് പുറമെ വരുന്ന ഒരു ചട്നിയാണ് മൈസൂർ മസാലയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം. കാശ്മീരി ചില്ലി, പൊട്ടുകടല, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരും ചേർത്തിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കളറിലൊരു സാധനവും കിട്ടി. എന്താണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മുടെ നാടൻ മസാല ദോശയുടെ പുറത്തേക്ക് ഈ ചമ്മന്തി ഒന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1-2 കസ്റ്റമേഴ്സിനും കൊടുത്തു നോക്കാം. ആദ്യത്തെ മസാല ഞാനൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. മൈസൂരിൽ നിന്ന് കഴിച്ചിട്ടുള്ള മസാല ദോശയുടെ ടേസ്റ്റുമായിട്ട് ഏകദേശം മാച്ചൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അമ്മയും കഴിച്ചു നോക്കി, എല്ലാവർക്കും ഇഷ്ടമായി. ഇതുണ്ടാക്കുന്ന എൽദോസിന് വേണ്ടിയിട്ടാണ്. എൽദോസിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെ. അപ്പൊ സഞ്ജീവ് കപൂറിന്റെ ഈ റെസിപ്പി സൂപ്പറാണ്, ഹൈലി റെക്കമെൻഡ്.